മനുഷ്യ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു 2001 ജനുവരിയിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നടന്നത്. നഗരമധ്യത്തിൽ ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ആലുവ കൂട്ടക്കൊല എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച ആ സംഭവത്തിന്റെ വസ്തുതകളും വൈരുദ്ധ്യങ്ങളും തേടി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ജനുവരി 7 ഞായറാഴ്ച രാത്രിയാണ് ആലുവ മാഞ്ഞുരാൻസ് ഹാർഡ്വെയർസ് ഉടമ അഗസ്റ്റിനെയും കുടുംബത്തെയും നഗരമധ്യത്തിലെ വീട്ടിനുള്ളിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2001 ജാനുവരി മാസം 6-ാം തീയതി വൈകുന്നേരമാണ് ആലുവയിലെ ആ കൂട്ടക്കൊല നടന്നത്. പോലീസിന് ഇതിനെപ്പറ്റിയുള്ള വിവരം കിട്ടുന്നത് പിറ്റേ ദിവസം 7-ാം തീയതി വൈകുന്നേരമാണ്. 7-ാം തീയതി വൈകുന്നേരം അത് രാത്രി കുറേ ലേറ്റായതിനു ശേഷം ഈ മരിച്ചുപോയ ബേബിയുടെ ഭാര്യ സഹോദരൻ, അയാൾ ഒരു റിലേറ്റീവും കൂടെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് രാത്രി ഒരു 10-11 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയായിരുന്നു, ഇങ്ങനെ അയാളുടെ സഹോദരിയും ഭർത്താവും പിള്ളേരും താമസിച്ചിരുന്ന വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് അനക്കമൊന്നുമില്ല. 2 ദിവസമായിട്ട് അവരെപ്പറ്റി യാതൊരു വിവരവുമില്ല. രാവിലെയൊക്കെ ഫോൺ ചെയ്തിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ വന്ന് നോക്കിയപ്പം ഫ്രണ്ടിലെ ഡോർ കർട്ടൻ കിടക്കുകയായിരുന്നു. ഡോറിൻ്റെ തട്ടി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഡോറ് കർട്ടനകത്തുനിന്ന് തുറന്നു കിടക്കുകയായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് രാജനും ബേബിയും ബേബിയുടെ മക്കളുമൊക്കെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ദിവ്യ, ജോസഫ്, അമ്മ ക്ലാരത്തോമി, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഗസ്റ്റിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ അടുക്കളയിലും മറ്റു 4 പേരുടെ മൃതദേഹങ്ങൾ മുൻവശത്തെ മുറികളിലുമാണ് കിടന്നിരുന്നത്. രക്തത്തിൽ കുളിച്ചുകിടന്ന മൃതദേഹങ്ങളുടെയെല്ലാം തലയിൽ വെട്ടേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ഒരു സംഘം അക്രമികൾ ചേർന്ന് നടത്തിയ കൂട്ടക്കൊല എന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എങ്കിലും ആലുവ സ്വദേശിയും അഗസ്റ്റിന്റെ ബന്ധുവുമായ ആന്റണിയാണ് കൂട്ടക്കൊല ഒറ്റയ്ക്ക് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവം തന്നെ ഞങ്ങൾ ക്രൈംബ്രാഞ്ച് കൂടെ അതിനകത്ത് ഇൻവോൾവ് ആകണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ സ്ഥലത്ത് പോവുകയും അതിൻ്റെ സീൻ കാണുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് ലോക്കൽ പോലീസ് ആ അന്വേഷണം തുടർന്ന് അവർ വളരെ വിദഗ്ധമായിട്ട് അതിലെ പ്രതിയെ ലൊക്കേറ്റ് ചെയ്തു. അവനെ അപ്പോഴത്തേക്കും ഗൾഫിലേക്ക് കടന്നിരുന്നു. തിരിച്ച് അവനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് വിദഗ്ധമായി തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം കേസ് അന്വേഷണം കുറ്റപത്രം തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് മരിച്ച മാഞ്ഞൂരാൻ്റെ ഭാര്യ, ഇവിടെ അപ്പൻ, ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ആ കേസ് അനുസരിച്ചാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷണത്തിനായി വിട്ടുകൊടുത്തത്. അതനുസരിച്ച് അന്നത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീമാൻ മുഷാഹരി ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ചും തുടർന്ന് CBIയും കേസ് അന്വേഷിച്ചെങ്കിലും ആന്റണി ഒറ്റയ്ക്കാണ് കൂട്ടക്കൊല നടത്തിയതെന്ന കണ്ടുപിടുത്തത്തിൽ ഉറച്ചുനിന്നു. പ്രതി ആന്റണിക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള സെഷൻസ് കോടതി വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതോടെ ആലുവ കൂട്ടക്കൊലയുടെ അന്വേഷണത്തിന് വിരാമമായി. പ്രതിയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ പ്രതി നാട്ടിൽ വന്നു. അത് CBI സമ്മതിക്കുന്നുണ്ട്, ലോക്കൽ പോലീസും സമ്മതിക്കുന്നുണ്ട്. ആ പ്രതിയെ 10 ദിവസത്തോളം വിവിധ സ്ഥലങ്ങളിൽ ബലമായി താമസിപ്പിച്ച് പ്രതിയിൽ നിന്നും ഇല്ലീഗൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് പ്രതിയിൽ നിന്ന് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നൊരു വാദമുഖം. ആലുവ കൂട്ടക്കൊലയിലേക്ക് നയിച്ച സംഭവങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുനരാവിഷ്കരിക്കുന്നു.
കേസിനാസ്പദമായ സംഭവം നടക്കുന്ന 2001-കളിൽ ആലുവായിൽ മാഞ്ഞൂരാൻസ് ഹാർഡ്വെയർസ് എന്ന ബിസിനസ് സ്ഥാപനം നടത്തിവരികയായിരുന്നു അഗസ്റ്റിൻ. ഭാര്യ, 2 മക്കൾ, അമ്മ, വിവാഹബന്ധം വേർപ്പെടുത്തിയ സഹോദരി എന്നിവർ അടങ്ങിയതായിരുന്നു അഗസ്റ്റിന്റെ കുടുംബം. ആലുവായിലെ ഒരു പ്രമുഖ കുടുംബാംഗമായ അഗസ്റ്റിനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും മോശം അഭിപ്രായം ഉണ്ടായിരുന്നുമില്ല. അധികമാരോടും അടുത്തിടപഴകാത്ത പ്രകൃതം. നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ലാഭം മുഴുവനും വിവിധ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിച്ചിരുന്നയാൾ. എങ്കിലും അഗസ്റ്റിനും സഹോദരനും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. മാത്രമല്ല, അഗസ്റ്റിന്റെ വീടിന് പിന്നിൽ പണിതുകൊണ്ടിരുന്ന പുതിയ വീട്ടിലേക്കുള്ള വഴി സംബന്ധിച്ച സമീപവാസികളുമായി തർക്കം ഉണ്ടായിരുന്നതായും ആക്ഷേപമുണ്ട്. അഗസ്റ്റിന്റെ അകന്ന ബന്ധുവും കുട്ടിക്കാലം മുതൽക്ക് തന്നെ അഗസ്റ്റിന്റെ വീടുമായി അടുത്ത ബന്ധമുള്ളയാളുമായിരുന്ന ആന്റണി ആ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കരാർ ഡ്രൈവർ ജോലിയുണ്ടായിരുന്ന ആന്റണിക്ക് എന്തിനും ഏതിനും ആശ്രയിക്കാവുന്നത് അയാൾ ബേബിച്ചായൻ എന്ന് വിളിച്ചിരുന്ന അഗസ്റ്റിൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അഗസ്റ്റിന്റെ കുടുംബത്തിലെ ഓരോരുത്തരുമായും ആന്റണി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽ തനിക്കറിയാവുന്ന അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണിയുമായി. ആന്റണിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പണം കടം കൊടുക്കുന്നതിനും കൊച്ചുറാണി തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കാലമായി ആന്റണി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഗൾഫ് മോഹം സഫലമാക്കാനാവശ്യമായ പണവും അയാൾ കൊച്ചുറാണിയിൽ നിന്നുമാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ വിശ്വാസം ഒരു അപ്രതീക്ഷിത ഘട്ടത്തിൽ തകർന്നുപോയി. അപ്പോഴുണ്ടായ മാനസികാഘാതം തന്നെയാവാം ആന്റണിയെ ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായി മാറ്റിയതും. 2001 ജനുവരി 7 ഞായറാഴ്ച രാത്രി അഗസ്റ്റിനെ തേടി അയാളുടെ വീട്ടിലെത്തിയ ബന്ധുരാജനാണ് കൊലപാതക വിവരം ആദ്യമറിഞ്ഞത്. ഞായറാഴ്ച പകൽ അഗസ്റ്റിനും കുടുംബവും എറണാകുളത്തുള്ള രാജന്റെ വീട്ടിൽ എത്താമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അവർ എത്താതിരുന്നതിനാൽ രാജൻ ഞായറാഴ്ച പലവട്ടം അഗസ്റ്റിന്റെ വീട്ടിലേക്ക് ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കാത്തതിനാൽ സമീപ വീടുകളിലും വിളിച്ച് അന്വേഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് ഞായറാഴ്ച രാത്രി രാജൻ സുഹൃത്തുക്കളുമൊത്ത് ആലുവായിലുള്ള അഗസ്റ്റിന്റെ വീട്ടിലെത്തിയത്. കൂട്ടക്കൊലയെക്കുറിച്ചറിഞ്ഞ രാജൻ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് ആ രാത്രി കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, അവിടെ 6 പേരുണ്ടായിരുന്നു വീട്ടിൽ എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഇവരെ എന്നെ അറിയിച്ചു. ഞങ്ങളുടനെ തന്നെ സീൻ ഗാർഡ് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇയാളുടെ മൊഴി വാങ്ങിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട വിവരങ്ങൾ മേലധികാരികളെയൊക്കെ വിവരങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞ് രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊക്കാത്തതുകൊണ്ട് ആ ഭാഗം പരിസരം മുഴുവനും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തി സീൻ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ സീൻ മുഴുവൻ ഗാർഡ് ചെയ്യാനായിട്ട് പോലീസിനെയൊക്കെ ഇട്ടു. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് SP വന്നു. രാത്രി ഞങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ആ പരിസരത്ത് പിന്നെ മറ്റ് തെളിവുകളാരും നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നോക്കുകയായിരുന്നു പ്രധാനമായിട്ടും ചെയ്തത്. സംഭവസ്ഥലം ബന്ദോബസ്തിലാക്കിയ അവർ പിറ്റേന്ന് രാവിലെ അന്വേഷണം തുറന്നു. അഗസ്റ്റിന്റെ വീട്ടിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയതും അന്നു രാവിലെയായിരുന്നു. അന്വേഷണം എവിടെ തുടങ്ങും? പോലീസ് ഉദ്യോഗസ്ഥരെ പ്രാഥമിക ഘട്ടത്തിൽ കുഴക്കിയ ചിന്ത അതായിരുന്നു. കാരണം സംഭവ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നവരിൽ ആരെയും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ ഒരാളെപ്പോലും ബാക്കി വെക്കാതെയാണ്
കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത്. വയസ്സായ ഒരു അമ്മയും പിന്നെ പ്രായമായ ഒരു മകളും, പ്രായമായ മകളല്ല, ഒരു പിന്നെ മരിച്ച അഗസ്റ്റിൻ്റെ സഹോദരിയും അഗസ്റ്റിൻ്റെ ഭാര്യയും 2 കൊച്ചു പിള്ളേരും, 14ഉം 12ഉം വയസ്സുള്ള 2 പിള്ളേരുമായിരുന്നു. അവർ മുഴുവൻ മരിച്ചു. അതുകൊണ്ട് ആ വീട്ടിനെ പറ്റിയിട്ടോ ആ വീട്ടുകാരുടെ കോണ്ടാക്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ വീട്ടിൽ സാധാരണ വരുന്നവരെ പറ്റിയിട്ടൊന്നും ഒരു വിവരം തരാൻ ആരുമില്ലായിരുന്നു. അവിടെ ഒരു സെർവൻ്റെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പോലും പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അത്യന്തം സങ്കീർണമായ ഒരു കേസായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ട നിലയ്ക്ക് വീട്ടിലെ സാധനങ്ങൾ ഏത്, പുറത്തുനിന്നുള്ളവ ഏത് എന്ന് തിരിച്ചറിയുക തന്നെ ബുദ്ധിമുട്ടാണ്. സമീപവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരാരും തന്നെ സംഭവം നടന്ന രാത്രി അസാധാരണമായി ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നഗരമധ്യത്തിലെ തിരക്കേറിയ റോഡിന് അഭിമുഖമായി നിൽക്കുന്ന വീട്ടിൽ ഇത്രയും ദാരുണമായ കൂട്ടക്കൊല നടന്നിട്ടും ആരും ഒരു ശബ്ദം പോലും കേട്ടില്ല എന്നതും ദുരൂഹത വളർത്തുന്നതായിരുന്നു. പിന്നീടാണ് പോലീസിലെയും ക്രൈംബ്രാഞ്ചിലെയും ഉന്നതോദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. കൊല നടന്ന വീട്ടിനുള്ളിലെ ഇടുങ്ങിയ മുറിയിൽ ഉണങ്ങി കട്ടപിടിച്ച് കിടന്ന ചോരപ്പാടുകളും വലിച്ചു വാരിട്ടിരുന്ന വസ്ത്രങ്ങളും വാതിലിൻ്റെ കൊളുത്തുമൊക്കെ സംഘം വിശദമായി പരിശോധിച്ചു. തുടർന്നാണ് കേസന്വേഷണത്തിനായി ഡിവൈഎസ്പി എബ്രഹാം ചെറിയാന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത്. ഒന്നിലധികം പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസാണെങ്കിൽ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് അത്തരം കേസുകൾ ക്രൈംബ്രാഞ്ചിന് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ലോക്കൽ പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് അത്തരം കേസുകളൊക്കെ. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് കേസ് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ട് തർക്കം നടക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി ഡിസ്കഷൻ നടക്കുമ്പോൾ അന്നത്തെ IG രാജൻ മഡേക്കറും അദ്ദേഹം പറഞ്ഞത് ആലുവ DYSP അന്വേഷിച്ചാൽ മതി, അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇത് ആലുവ DYSP ഒരു പ്രത്യേക ഒരു ടീം ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങളൊരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കി. കൊലപാതകത്തിനുപയോഗിച്ച ചോരപുരണ്ട മഴു, വാക്കത്തി, വെട്ടുകത്തി എന്നിവ പ്രാഥമികാന്വേഷണത്തിൽ പോലീസ് കണ്ടെടുത്തു. തറയിലും ഭിത്തിയിലുമൊക്കെ കണ്ട ചോരപുരണ്ട കാൽപ്പാടുകളും വിരൽപ്പാടുകളുമൊക്കെ വിരലടയാള വിദഗ്ധരും പരിശോധിച്ചു. 6 പേരെ ഒരുമിച്ച് കൊല ചെയ്യാൻ ഒരാളെ കൊണ്ട് തനിച്ച് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 3-4 പേർ ഉൾപ്പെട്ട അക്രമി സംഘമായിരിക്കാം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ആദ്യ നിഗമനം ഇതായിരുന്നു. സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെയും ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടിൻ്റെ സഹായത്തോടുകൂടി വീടും പരിസരവും എല്ലാം അരിച്ചു പറക്കി പരിശോധിക്കാനായിട്ട് വല്ല വെപ്പൺസോ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ കൊലപാതകരായിട്ടുള്ള എന്തെങ്കിലും വസ്ത്രങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്, മോഷണ മുതലോ വല്ലതും ഉണ്ടെങ്കിൽ അതുവല്ലം അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്, ഇംപ്ലിമെൻറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് സെർച്ച് നടത്താനുള്ള ഒരു സെർച്ച് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ചുമതലപ്പെടും. ദുരന്തം നടന്ന വീടിന്റെ ചുമരിൽ വരച്ച അമ്പിന്റെയും വില്ലിന്റെയും ചിത്രം ഏതെങ്കിലും തീവ്രവാദി സംഘമാണോ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്ന സംശയമുണരാൻ കാരണമായി. അഗസ്റ്റിനുമായി ഏതെങ്കിലും തരത്തിൽ വിരോധമുണ്ടായിരുന്ന ബന്ധുക്കളാരെങ്കിലും വാടക കൊലയാളികളെ വെച്ച് അഗസ്റ്റിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നും സംശയമുണർന്നു. ഡെഡ് ബോഡിയൊക്കെ കിടന്ന ആ ഭിത്തിയോട് ചേർന്ന് ഒരു ഭിത്തിയിൽ അമ്പും വില്ലും ചോര കൊണ്ട് വരച്ച ഒരു പാടുണ്ടായിരുന്നു. ചോര കൊണ്ട് വരച്ച പാടല്ല, ചോര കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക്, ഞങ്ങളതിനെപ്പറ്റി വളരെ ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് സാധാരണ ഇങ്ങനെ പടം വരയ്ക്കലുമൊക്കെ ചെയ്യുന്നത് തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ തീവ്രവാദികൾ ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, അല്ല തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്നൊരു സംശയം ഉണ്ടായി. അഗസ്റ്റിനും സഹോദരങ്ങളും തമ്മിൽ രമ്യതയില്ലായിരുന്നുവെന്ന ജനസംസാരം മാനിച്ച പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തിയെങ്കിലും അതിൽ കഴമ്പില്ലെന്ന് മനസ്സിലായി. അഗസ്റ്റിന്റെ വീട്ടിൽ പുറം ജോലിക്ക് വന്നിരുന്ന തമിഴ്നാട് സ്വദേശിനിയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി. വീട്ടിനുൾവശം തുടയ്ക്കാൻ ചെല്ലുമ്പോൾ തനിക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു മുറിയെക്കുറിച്ച് അവർ പോലീസിന് മൊഴി നൽകി. തുടർന്നാണ് പോലീസ് ആ മുറി തുറന്ന് പരിശോധിച്ചത്. അഗസ്റ്റിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജന്റെ മൊഴിയിൽ നിന്നുമാണ് ആ വീട്ടിലെ പ്രത്യേക ലോക്കർ സൗകര്യമുള്ള ഒരു അലമാരയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ആ വീട് പരിശോധിച്ചപ്പോഴത്തേക്ക് കട്ടിലിൻ്റെ അടിയിലുള്ള ഒരു പെട്ടിക്കകത്ത് വളരെ അലക്ഷ്യമായിട്ട് ഒരു ബ്രീഫ് കേസിനകത്ത് 2 ലക്ഷത്തിൽ പരം രൂപ അവിടെ ഇട്ടേക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ അലമാര തുറന്ന് നോക്കിയപ്പോഴത്തേക്ക്
അലമാരിക്കകത്തും കുറേയധികം ക്യാഷ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 30,000 രൂപയിൽ കൂടുതലുണ്ടായിരുന്നു ക്യാഷ്. ഒരു 10-60 പവൻ്റെ ആഭരണം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയിലും അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ഓർണമെൻറ്റ്സ് ഒന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ അലമാര തുറന്ന് പരിശോധിച്ച പോലീസിന് അഗസ്റ്റിന്റെ സ്വത്തുവിവരങ്ങളെക്കുറിച്ചും സംഭവ സമയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചുമൊക്കെ ഏകദേശ ധാരണയായി. അഗസ്റ്റിന്റെ വീട്ടിലെ നിത്യസന്ദർശകരായിരുന്ന ആരെങ്കിലും കൂട്ടക്കൊലയ്ക്ക് ശേഷം അപ്രത്യക്ഷമായിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് തുടർന്ന് നടന്നത്. അങ്ങനെയാണ് സംശയത്തിന്റെ കരിനിഴൽ ആദ്യമായി ആന്റണിയിൽ വീണത്. ഇയാളുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരു സ്വന്തം സഹചാരമായിട്ടുള്ള ആരെങ്കിലും സ്ഥലത്തുനിന്ന് മാറിയിട്ടുള്ളതിനെ പറ്റി അന്വേഷണം നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്ന ഓഫീസർ വന്ന് പറഞ്ഞു. ഇയാളുടെ വീടുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന, മിക്ക സമയത്ത് ഈ വീട്ടിലൊക്കെ വരുമായിരുന്ന ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ 2 ദിവസമായിട്ട് സ്ഥലത്തില്ല. അയാൾ ഗൾഫിൽ പോയതാണെന്നാണ് പറയുന്നത്. നേരത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതായിരുന്നു അയാളുടേത്. പിന്നെ ഈ ദിവസത്തിൻ്റെ അടുത്ത ദിവസമാണ് അയാൾ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാൾ പിന്നെ ഗൾഫിൽ പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോയതാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധമുണ്ടായിട്ട് മാറി നിൽക്കുന്നതാകാം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആൻ്റണിയെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് അന്വേഷിച്ചു. ആന്റണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുറന്നപ്പോൾ ലഭ്യമായിക്കൊണ്ടിരുന്ന ഓരോ വിവരങ്ങളും അയാൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. ബേബിയും കുടുംബമൊക്കെ മരണപ്പെട്ടെന്ന് പറയുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആൻ്റണി അവിടെ ചെന്നിട്ട് ഒരാളുടെ നിന്ന് മേടിച്ചിരുന്ന 10,000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, നീ ഗൾഫിൽ പോകുമല്ലോ, നിനക്ക് കാശിന് ആവശ്യമില്ല. ഇല്ലില്ല, കാശ് എനിക്ക് വേറെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മറ്റേ വേറൊരാളുടെ അടുത്തൊന്ന് നേരത്തെ ഗൾഫിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നേരത്തെ വാങ്ങിച്ചിരുന്ന 25,000 രൂപയുടെ ആ കാശ് അവിടെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ കാശിന് അത്രയും ആവശ്യമുണ്ടായിരുന്ന ആൻ്റണി ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം അത്രയും എമൗണ്ട് 35,000 രൂപയോളം തിരിച്ചു കൊടുത്തു പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരുന്നു പറ്റിയിട്ട്. തുടർന്നാണ് സൗദി അറേബ്യയിലുള്ള ആന്റണിയെ നാട്ടിൽ വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. ഇന്ത്യ ഗവൺമെന്റുമായി കുറ്റവാളികളെ കൈമാറാൻ സൗദി ഗവൺമെന്റ് തയ്യാറല്ലാതിരുന്ന സാഹചര്യത്തിൽ ആന്റണിക്ക് സംശയം തോന്നാത്ത രീതിയിൽ അയാളെ എങ്ങനെ ഇവിടെ എത്തിക്കാം എന്നതായിരുന്നു പോലീസിന്റെ മുന്നിലുള്ള പ്രശ്നം. ബോംബെ എയർപോർട്ട് കേന്ദ്രീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അതിനുള്ള കരുക്കൾ നീക്കി. ഒടുവിൽ പോലീസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആന്റണിയെ വിദഗ്ധമായി കേരളത്തിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ബോംബെ പോലീസിൻ്റെ സഹർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമായിട്ടാണ് ഞങ്ങളവിടെ കാത്തു നിന്നത്. അവൻ വന്നപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അവനെ വിളിച്ചുകൊണ്ട് പിന്നെ ബോംബെ സഹർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഈ ഫോട്ടോഗ്രാഫൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ തന്നെ അവൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. ഇപ്പോൾ എനിക്കറിയാം സാറിനെ കണ്ടിട്ടുണ്ട്, സാറ് ജീപ്പിൽ പോകുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേ സർക്കിൾ ഇൻസ്പെക്ടർ സാറ് ഇവിടെ നേരത്തെ ജോലി ചെയ്ത സാറിനെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതെനിക്കറിയാം, അവിടെ ബേബി ചേട്ടൻ്റെ ആ കേസിൻ്റെ കാര്യത്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളൊന്നും ചോദിക്കാതെ തന്നെ. അപ്പോൾ പിന്നെ ആ കേസിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കുറേ ഭാഗമൊക്കെ സമ്മതിച്ചു. മുഴുവൻ സമ്മതിച്ചില്ല. വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില പോയിൻറ്റ്സൊക്കെ അവൻ സപ്രസ് ചെയ്തു. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സംഭവം അവനാണെന്നുള്ളത് ഏറെക്കുറെ സമ്മതിച്ചു. അഗസ്റ്റിന്റെയും കുടുംബത്തിന്റെയും കൊലപാതകങ്ങളുമായി ആന്റണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നറിയാനുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. 6 കൊലപാതകങ്ങളും നടത്തിയത് ആന്റണി ഒറ്റയ്ക്കായിരുന്നു. അക്രമവാസനയോ തനിക്ക് പ്രിയപ്പെട്ടവരായിരുന്ന അഗസ്റ്റിനോടും കുടുംബത്തോടും യാതൊരു മുൻവൈരാഗ്യമോ ഇല്ലാതിരുന്ന ആന്റണിയെ കൊലപാതകയാക്കിയത് ക്ഷണികമായുണ്ടായ അനിയന്ത്രിതമായ കോപം ഒന്നു മാത്രമായിരുന്നു. ഗൾഫിൽ പോകുന്നതിനായി താൻ അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന പണം ഒരു ഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ടപ്പോഴുണ്ടായ അസാധാരണമായ പ്രതികരണം. അപ്രതീക്ഷിതമായി കേട്ട വാർത്തയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച ആന്റണിക്ക് തുടർന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയായിരുന്നു. കൊച്ചുറാണിയെയും അമ്മ ക്ലാരത്തുമ്മിയെയും കൊലപ്പെടുത്തിയ ആന്റണി തുടർന്ന് ബാക്കിയിരകൾക്കായി കാത്തിരുന്നു. ചെയ്തുപോയ കൊലപാതകങ്ങളുടെ തെളിവ് നശിപ്പിക്കാനായി
പുതിയ കൊലപാതകങ്ങൾക്കുള്ള കാത്തിരിപ്പ്. അപ്രതീക്ഷിതമായി 2 കൊലപാതകങ്ങൾക്ക് കാരണക്കാരനായ ആന്റണിയെ മറ്റ് 4 കൊലപാതകങ്ങൾ കൂടി നടത്താൻ പ്രേരിപ്പിച്ചതെന്താ? ഒപ്പം ആലുവ കൂട്ടക്കൊലക്കേസിലെ യഥാർത്ഥ പ്രതി ആന്റണിയല്ല എന്ന വാദത്തെ സാധൂകരിക്കുന്ന ചില വസ്തുതകളും. കാണുക ആലുവ കൂട്ടക്കൊലക്കേസിന്റെ 2ാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ.